ഞാൻ ഈ സംഭവത്തിന്റെ അന്വേഷണത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, ഇതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. മാവോവാദികളുമായിട്ട് സംസാരിക്കുന്നില്ല, പൂലദേവിയുമായിട്ട് സംസാരിച്ചിട്ടില്ല. കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അവരുമായിട്ട് സംസാരിച്ചിട്ടില്ലേ? പാലക്കാട് സംസാരിച്ചിട്ടില്ലേ? അല്ല, അത് അന്വേഷണം നടക്കട്ടെ, അതിന്റെ ഭാഗമായിട്ട് വരട്ടെ. എനിക്കിപ്പം പറയാൻ പറ്റില്ല. സംസാരേ പാടില്ല. ആരുമായിട്ട് SDP ആയിട്ട് സംസാരിക്കേണ്ടി വരും, ജമാഅത്തായിട്ട് സംസാരിക്കേണ്ടി വരും, RSS ആയിട്ട് സംസാരിക്കേണ്ടി വരും. നിരോധിക്കാത്തടത്തോളം കാലം നിരോധിച്ച പാർട്ടിയുടെ ആൾക്കാരുമായിട്ട് ഇപ്പൊ സംസാരിക്കുന്നില്ലേ? സംസാരിക്കാനേ പാടില്ല. സംസാരിക്കാൻ എന്താ പറയുന്നതിന്റെ അർത്ഥം? ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇപ്പൊ പാലക്കാട് SP ആയിരുന്ന ശ്രീനിവാസൻ പാലക്കാട് SDP-യും RSS-ഉം തമ്മിലുള്ളൊരു വലിയൊരു ഏറ്റുമുട്ടലുണ്ടായി. അദ്ദേഹം യോഗം വിളിച്ചു, അദ്ദേഹം ഓരോരുത്തരെയും കണ്ട് സംസാരിച്ചു. ശ്രീനിവാസൻ, അതിനെന്താ കുഴപ്പം? സംസാരിക്കാൻ പാടില്ല. ഇതെന്താ വിഷയം എന്നുള്ള അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് ഗവൺമെന്റ് 5 തലത്തിലുള്ള അന്വേഷണം ഉണ്ട്, ഒരു രൂപത്തിലല്ല. അന്വേഷിക്കുന്നു. ആ അന്വേഷണത്തിന്റെ ഫൈൻഡിങ്സ് എന്താണോ അതിനനുസരിച്ച് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.